സൂര്യ കോമഡിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസന്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് പാലക്കാട് ധോണിയിലെ ലീഡ് കോളേജിലാണ്. കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, വളരെ മനോഹരമായ കുട്ടികളായിരുന്നു, വളരെ നല്ല പെർഫോമൻസ് ആയിരുന്നു. അതുക്കും മേലെ പെർഫോമൻസുമായിട്ടാണ് ഇന്ന് കുട്ടികൾ എത്തിയിരിക്കുന്നത്. നമുക്കൊന്ന് നോക്കാം. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, എം.എൻ. കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. രാവണപ്രഭു എന്ന സിനിമയിൽ നമുക്ക് ഗൂസ് ബംസ് വന്ന ഡയലോഗാണ്. ഇതെങ്ങനെ കുട്ടികൾ കൈകാര്യം ചെയ്യും നമുക്ക് നോക്കാം. യെസ്, അപ്പോൾ വീണ്ടും ലീഡ് കോളേജിൽ തന്നെയാണ്. അപ്പം ഒന്നാമത്തെ എപ്പിസോഡിൻ്റെ പരിപൂർണ വിജയത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ വിട്ടു പോകുന്നില്ല. വീണ്ടും നമ്മുടെ നാട്ടിലെ ചുറുചുറുക്കുള്ള കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കുകയാണ്. ആദ്യമായി ഞാൻ ഒരാളെ വേദിയിലേക്ക് വിളിക്കുകയാണ്. പഞ്ചമി. പഞ്ചമി വളരെ മനോഹരമായൊരു പേരാണ്. എനിക്ക് പഞ്ചമി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ചരിത്രമാണ്, അയ്യങ്കാളിയുടെ ചരിത്രം. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പോരാടിയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ജാതീയത കൊടികുത്തി വാഴുന്ന സമയത്ത് നാടിനു വേണ്ടി അല്ലെങ്കിൽ ആ ജാതീയതയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പോരാടിയ ഒരാളാണ് അയ്യങ്കാളി. അറിയാമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ അദ്ദേഹം ആദ്യമായി ഒരു കുട്ടിയെ പിടിച്ചുകൊണ്ട് പഠിക്കാൻ വേണ്ടി പള്ളിക്കൂടത്തിലേക്ക് പോകണം. അദ്ദേഹം കെട്ടിത്തീർത്ത പള്ളിക്കൂടത്തിലേക്ക്. അതാണ് പഞ്ചമി. അറിയോ? അപ്പോൾ ആ പഞ്ചമിയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്. പാട്ട് പാടാൻ അറിയോ? ഇവിടെ ഏതിനാ പഠിക്കുന്നത്? MCA. നാട് എവിടെയാണ്? പാലക്കാടാണ്. നമുക്ക് നമ്മുടെ ആക്ടിങ്ങിലേക്ക് കിടക്കാം അല്ലേ? റെഡിയല്ലേ? ആക്ഷൻ. പേരാണ് ചോദിച്ചതെങ്കിൽ മംഗലശ്ശേരി നീലകണ്ഠൻ. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, M.N. കാർത്തികേയൻ. യു ക്യാൻ കോൾ M.N. നമ്പ്യാരല്ല, യു ക്യാൻ കോൾ മീ സർ, SIR, സർ. ദാറ്റ് ഇസ് മൈ നെയിം. ഞാനും ഒരു ഓഫീസറാണ്. ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും ഏത് കോപ്പിലെ ഓഫീസറാണെന്ന്. ഞാനും കേന്ദ്രത്തിൽ നിന്ന് സാലറി വാങ്ങുന്ന ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ കൺട്രോൾ റൂമോ? സർവപ്രപഞ്ചത്തിന്റെയും കൺട്രോളിലുള്ള സർവപ്രപഞ്ചത്തിന്റെയും കൺട്രോളിലുള്ള ചെറുഗോളത്തിലെ പരബ്രഹ്മത്തിന്റെ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ചെറുഗോളത്തിലെ ഹൈവേയിലൂടെ ഞാനും ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതേപോലുള്ള ഗവർണർമാരുടെ രക്ഷകനായി കുതിര ഓട്ടിച്ചോ? അപ്പച്ചട്ടിയിൽ അത് ടോൺ മാറ്റി പറയണം. അതൊരു കൊളോക്കൽ വേർഡാണ്. അപ്പൊ അത് പുള്ളിയെ കളിയാക്കി പറയുന്നതാണ്. മോനെ അപ്പച്ചട്ടിയിൽ അരി വെറുക്കല്ലേ? മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാ ഈ മിമിക്സ് പരേഡ് ഇവിടെ മറ്റേ ചക്രം കറക്കുന്നതൊക്കെ അന്തരം തൊട്ടിട്ട്? മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാ ഈ മിമിക്സ് പരേഡ് നീ ഇവിടെ അവതരിപ്പിച്ചത്? മണിയമ്പറ പുരുഷൻ പറഞ്ഞിട്ടോ? മണിയമ്പറ മണിയമ്പറ പുരുഷു പറഞ്ഞിട്ടോ അതോ മുണ്ടക്കിൽ മണിയമ്പ്ര പുരുഷ് പറഞ്ഞിട്ടോ അതോ മുണ്ടക്കിൽ രാജേന്ദ്രൻ പറഞ്ഞിട്ടോ? ഏത് മാസം തികയാത്ത പറഞ്ഞു ജനിച്ചവനായിട്ടായാലും
പറഞ്ഞു ജനിച്ചത്. ഓക്കെ. ആ, ഏത് മാസം തികയാതെ ജനിച്ചവൻ പറഞ്ഞിട്ടായാലും കെട്ടിയെടുത്ത വണ്ടിയിലിട്. കെട്ടിയ പെട്ടി. ആ, പെട്ടിയെടുത്ത വണ്ടിയിലിട്. അത്ര. ഓക്കെ. എന്താ മോന്റെ പേര്? എൻ്റെ പേര് അരുൺ. അരുൺ എവിടെയാ? നാട് എവിടെ? ഇവിടെ പാലക്കാട് ശ്രീകൃഷ്ണപുരം എന്ന് പറയും. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? MCA തന്നെയാണ്. MCA. റെഡി ആക്ഷൻ. പേരാണോ ചോദിച്ചത്? കാർത്തികേയൻ. MN കാർത്തികേയൻ. MN കാർത്തികേയൻ. മുണ്ടക്കൽ ശേഖരൻ, സോറി, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. MN നമ്പ്യാരല്ല. MN നമ്പ്യാരല്ല. യു ക്യാൻ കോൾ മീ സർ. SIR സർ. ഞാനും ഒരു ഓഫീസറാണ് കേന്ദ്രത്തിന്റെ. താൻ വിചാരിക്കുന്നുണ്ടാവും ഏത് താൻ ഏത് കോപ്പിലെ കേന്ദ്രത്തിന്റെ ഓഫീസറാണെന്ന്. ഈ സർവ പ്രപഞ്ചത്തിന്റെയും പരബ്രഹ്മത്തിന്റെയും കേന്ദ്രമായ ഈ ചെറുകോളത്തിലെ ഹൈവേകളിൽ ഞാനും ഇറങ്ങാറുണ്ട്. ഇതേപോലുള്ള പാവങ്ങളായ ഗൗണ്ടറുകളെ രക്ഷിക്കാൻ. മോനെ അപ്പച്ചട്ടിയിൽ അരി വറക്കല്ലേ. മോനെ അപ്പച്ചട്ടിയിൽ അരി വറക്കല്ലേ. 5-6 പ്രാവശ്യം കൊണ്ട് അരി വറക്കുന്നു. മോനെ എൻഫോഴ്സേ, ഏത് മാസം ആര് പറഞ്ഞിട്ടാണെങ്കിലും ഇത് ചെയ്തേ. ഈ മിമിക്സ് പരിപാടി ഇവിടെ അവതരിപ്പിച്ചേ മണിയമ്പറ പുരുഷവോ അതോ മുണ്ടക്കൽ രാജേന്ദ്രനോ? ഏത് മാസം തികയാതെ പ്രസവിച്ച് പറഞ്ഞവനാണെങ്കിലും ഏത് മാസം തികയാതെ പ്രസവിച്ച് മാസം തികയാതെ ജനിച്ചവനാണെങ്കിലും അവനോട് പറ ഈ കളി എന്നോട്, സോറി അത് ഇത് മിക്സായി. ആ ജനിച്ചവൻ പറഞ്ഞിട്ടാണെങ്കിലും ഈ പെട്ടി കൊണ്ടേ വണ്ടിയിൽ വെക്കി. ഓക്കെ. രക്ഷപ്പെട്ടില്ലേ? എന്താണ് പേര്? എവിടെയാണ്? നാട് എവിടെയാണ്? ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? MCA. എല്ലാരും MCA-കാരല്ലേ? അപ്പൊ പിന്നെ അത് ഞാൻ ചോദിക്കില്ല കേട്ടോ. റെഡി ആക്ഷൻ. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ. മംഗളശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. MN കാർത്തികേയൻ. MN നമ്പ്യാരല്ല. ദാറ്റ്സ് മൈ ഫുൾ നെയിം. യു ക്യാൻ കോൾ മീ സർ. SIR സർ. എന്തുകൊണ്ടെന്നാൽ ഞാനും ഒരു ഓഫീസറാണ്. കേന്ദ്രത്തിൽ നിന്ന് ഞാനും ശമ്പളം. ഏത് ഗ്രൂപ്പിലെ ഓഫീസർ എന്നായിരിക്കും താനിപ്പോൾ മനസ്സിൽ ചോദിച്ചത്. കേന്ദ്രത്തിൽ നിന്നാണ് ഞാനും ശമ്പളം വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവ പ്രപഞ്ചത്തിൻ്റെയും. നമ്മളെ ക്ലാസ്സിൽ അധ്യാപകൻ വന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ഉത്തരം പറയുന്ന കണക്കുണ്ട്. നമുക്കതല്ല വേണ്ടത്. നമുക്ക് ആക്ട് ചെയ്യണം. ഓക്കെ. ഇത് കംപ്ലീറ്റ് കാണാപ്പാടം പഠിച്ചിട്ട് എഴുന്നേറ്റ് ഉത്തരം പറയുകയാണ്. ഓക്കെ. പേരെന്ന് ചോദിച്ചു. പേരെന്തോ? പേരെന്ന് പറയുമ്പോൾ കാർത്തികേയൻ. എന്താണ് നമ്മൾ പോയിട്ട് ആള് ഇവിടുന്ന് പോയി. ഒരു ഫ്ലോ ഇങ്ങനെ വന്നിട്ട് കാര്യമില്ല. കാണാപ്പടം പഠിച്ചിട്ട് ഒറ്റ പറച്ചില്. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ. മംഗളശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. MN കാർത്തികേയൻ. MN നമ്പ്യാരല്ല. ദാറ്റ്സ് മൈ ഫുൾ നെയിം. യു ക്യാൻ കോൾ മീ സർ. SIR സർ. എന്തെന്നാൽ ഞാനും ഒരു ഓഫീസറാണ്. കേന്ദ്രത്തിൽ നിന്നാണ് ഞാനും ശമ്പളം വാങ്ങുന്നത്. ഏത് കേന്ദ്രമെന്നായിരിക്കും താനിപ്പോൾ മനസ്സിൽ ചോദിച്ചത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഒരു ചെറുകോളങ്ങളുടെ ഹൈവേയിലാണ് ഞാനും ഡ്യൂട്ടിക്ക് ഇറങ്ങുന്നത്. ഇതേപോലത്തെ പാവം കൗണ്ടർമാരെ രക്ഷിക്കാൻ. മോനെ അപ്പച്ചട്ടിയിൽ അരി വറക്കല്ലേ. മോനെ എൻഫോഴ്സ്. ആര് പറഞ്ഞിട്ടാ നീ പരേഡിനിറങ്ങി? മിമിക്സ് പരേഡ് അറിയാം. മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ടിങ് ആണോ? അതൊരു കലാ സാധനമാണ്. പണ്ടൊക്കെ ഈ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നത്, കോളേജുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട ഒരു സാധനമായിരുന്നു. മണിയമ്പര പുരുഷമനോ അതോ? പുരുഷമനോ? ഒരു മര്യാദയൊക്കെ വേണ്ട ഒരു പേര് പറയാൻ. പുരുഷോത്തമനോ അതോ മുണ്ടക്കൽ രാജേന്ദ്രനോ? ഏത് മാസം പിറന്നവൻ പറഞ്ഞിട്ടാണ് ആണെങ്കിലും ഞാൻ ഈ സാധനം കൊണ്ടുപോകും. ഏത് സാധനം? ഈ സാധനം വണ്ടിയില്. ഏത് സാധനം? ഈ പെട്ടി എടുത്ത് കൗണ്ടറിന്റെ വണ്ടിയിൽ പോയി. രക്ഷപ്പെട്ടോ. എനിക്ക് സങ്കടം തോന്നുന്നു കേട്ടോ. താങ്ക് യു.
ക്രിസ്റ്റി എവിടെയാണ് നാട്? നാട് കണ്ണൂരാണ്. കണ്ണൂരുണ്ട്. ക്രിസ്റ്റി പാട്ട് പാടുവോ? ഇല്ല, പാട്ട് പാടില്ല. ഇല്ല. ഓക്കെ, അപ്പൊ തുടങ്ങാം നമുക്ക്. റെഡി, ആക്ഷൻ. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ. മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. എം.എൻ. കാർത്തികേയൻ. എം.എൻ. പിള്ളയല്ല, എം.എൻ. നമ്പ്യാരല്ല. പിള്ള, അത് എൻ പിള്ള. ഇറ്റ്സ് മൈ ഫുൾ നെയിം. യു ക്യാൻ കോൾ മീ സാർ. SIR സാർ. ഞാനും കേന്ദ്രത്തിൽ നിന്ന് സാലറി വാങ്ങുന്ന ഒരാളാണ്. ഏത് കോപ്പിലെ കേന്ദ്രത്തിൽ നിന്നാണ് നിങ്ങൾ സാലറി വാങ്ങുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിൽ നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സർവപ്രപഞ്ചത്തിന്റെ കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഒരു കൊച്ചു ചെറുകോളത്തിലെ റോഡിലൂടെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന വണ്ടി ഓടിച്ചോണ്ട് പോകും. റോഡിലൂടെ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന ഒരാളാണ്. ആരാ? മറ്റേ കാർത്തിക്. എന്നിട്ട് ഞാനും ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. എപ്പോഴാ? രാത്രി. എന്നിട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായിരുന്നില്ലേ? അറിഞ്ഞിരുന്നില്ല. നിന്നെ പോലുള്ള പാവങ്ങളുടെ ഗൗണ്ടറിന്റെ റഷ്യ രക്ഷകനായി ഇവിടെ അലഞ്ഞു തിരിഞ്ഞാടാ. ഇത്ര നേരം ഇതൊന്നും കേട്ടതിലൂടെ എത്ര പേര് പറഞ്ഞത്? മോനെ അപ്പച്ചട്ടിയിൽ അരി വറക്കരുത്. ലാലേട്ടൻ പറയുന്ന മോനെ അപ്പച്ചട്ടിയിൽ അരി വറക്കരുത്. ഇതാണോ ലാലേട്ടൻ പറഞ്ഞത്? ശരി, പറ. മോനെ എൻഫോഴ്സേ, ആര് പറഞ്ഞിട്ടാണ് നീ ഇത് ചെയ്യുന്നതെങ്കിലും ഒരു മിമിക്സ് പേഡ് അവതരിപ്പിച്ചിട്ടാണെങ്കിലും മോനെ എൻഫോഴ്സ്, ആരും പറഞ്ഞിട്ടാണ് നീ മിമിക്സ് പരേഡ് ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പറ പുരുഷോത്തമനോ അതോ അല്ല പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ മണിയമ്പറ പുരുഷോത്തമനോ അല്ലെങ്കിൽ മുണ്ടക്കൽ രാജേന്ദ്രനോ? ഏത് മാസം തികയാത്ത പിറന്നവൻ പറഞ്ഞിട്ടാണെങ്കിലും ശരി, ഈ പെട്ടി എടുത്ത് വണ്ടിയിൽ കൊണ്ടുവെക്ക്. നല്ല മോതിരം കേട്ടോ. അറിയാവുന്ന പോലെയല്ലേ സാർ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പറ്റുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തു. എന്റെ കഴിവ് തെളിയിക്കാൻ ഇതിൽ കൂടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? ഇദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കുക. മലയാളം അദ്ദേഹത്തിന് വായിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മൾ മംഗ്ലീഷിൽ എഴുതി കൊടുത്ത് വളരെ മനോഹരമായി പഠിച്ചിട്ട് നിൽക്കുകയാണ്. ആള് വിദേശത്താണ് പഠിച്ചിരുന്നത്. പേരെന്തായിരുന്നു? അപർണ. അപർണ. ഓക്കെ. അപർണ ഈ നാട്ടിൽ സത്യത്തിൽ എവിടെയാണ്? ഞാൻ തൃശ്ശൂരാണ്. റെഡി, ക്യാമറ നോക്കിട്ടു. ആക്ഷൻ. ഞാൻ ആക്ഷൻ പറയട്ടെ, എനിക്കൊരു അവസരം തരും പ്ലീസ്. ആക്ഷൻ. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ. മുണ്ടക്കൽ മംഗലശ്ശേരി. മംഗലശ്ശേരി കുഴപ്പമില്ല, റിലാക്സ്. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ. മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. M.N. കാർത്തികേയൻ. M.N. നമ്പ്യാരല്ല. ദാറ്റ്സ് മൈ ഫുൾ നെയിം. യു ക്യാൻ കോൾ മീ സർ. SIR സർ. കാരണം ഞാനും ഒരു ഓഫീസറാണ്. ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും നിങ്ങൾ മനസ്സിലെപ്പോഴും ചോദിച്ചത്. ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് ശമ്പളം വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവ പ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുഗോളത്തിലെ ഹൈവേയിൽ ഞാനും രാത്രി ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതുപോലെ പാവ ഗൗണ്ടർമാരുടെ രക്ഷകനായി. മോനെ അപ്പച്ചട്ടിയിലിട്ട് അരി വറക്കരുത്. മോനെ എൻഫോഴ്സ്, ആര് പറഞ്ഞിട്ടാണ് നീ ഈ മിമിക്സ് പരേഡ് ഇവിടെ അവതരിപ്പിക്കുന്നത്? മണിയമ്പര പുരുഷോ അതോ മുണ്ടക്കൽ രാജേന്ദ്രനോ? ഏത് മാസം തികയാതെ ജനിച്ചവൻ പറഞ്ഞിട്ടാണെങ്കിലും ഈ പെട്ടി കൊണ്ടുപോയി വണ്ടിയിൽ വെക്കും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കണ്ടതിൽ വളരെ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഇനി ഞാൻ വേദിയിലേക്ക് വിളിക്കുന്നു ഭാവന.
ഹായ് ബ്രോ. എന്തൊക്കെയാണ് വിശേഷം? സുഖം. എങ്ങനെയുണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അഭിനയം? നല്ല അടിപൊളിയായിരുന്നു. സൂപ്പർ അല്ലേ? ഇപ്പൊ അതൊക്കെ മേലെ ഞാൻ ചെയ്യുമെന്നുള്ള കോൺഫിഡൻസിലാണ് ഭാവന നിൽക്കുന്നത്. ആക്ഷൻ. പേരാണ് ചോദിച്ചതെങ്കിൽ കാർത്തികേയൻ, മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ, എം എൻ കാർത്തികേയൻ, എം എൻ നമ്പ്യാരല്ല. ദാറ്റ്സ് മൈ ഫുൾ നെയിം. യെസ്, യു ക്യാൻ കോൾ മീ സർ, SIR സർ. കാരണം ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. ഞാനൊരു ഓഫീസറാണ്, കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കും ഏത് കോപ്പിലെ കേന്ദ്രമെന്ന്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ചെറുഗോളത്തിന്റെ ഈ ഹൈവേകളിൽ ഞാനും ഡ്യൂട്ടിക്ക് ഇറങ്ങാറുണ്ട്. ഇതുപോലെയുള്ള ഗൗണ്ടർമാരുടെ രക്ഷകനായി. മോനെ അപ്പച്ചട്ടിയിൽ അരിവർക്കലെ, മോനെ എൻഫോഴ്സേ, ഏത് മാസം ആര് പറഞ്ഞിട്ടാണ് നീ മിമിക്സ് പരേഡ് നടത്തുന്നതെങ്കിലും മുണ്ടക്കൽ പുരുഷോത്തമനോ മണിയമ്പര പുരുഷോത്തമനോ അതോ മുണ്ടക്കൽ രാജേന്ദ്രനോ ഏത് മാസം തികയാതെ പറഞ്ഞവൻ പറഞ്ഞിട്ടാണെങ്കിലും ശരി, ആ പെട്ടിയെടുത്ത് കൗണ്ടറുടെ വണ്ടിയിൽ വെക്കേ. ആ കിണ്ടിയിലല്ല, ഈ വണ്ടിയിൽ. ഒരു ഓളമായിക്കോട്ടെ എന്ന് കരുതി ഇത് കണ്ടോ എന്റെ തലയ്ക്കാണ് ഓളെന്നാണ് അവള് വിചാരിക്കുക. എന്താണ് പേര്? ജിബിൻ. നാടെവിടെയാണ്? മലപ്പുറം. റെഡി, ആക്ഷൻ. ഹേയ് സവാരി ഗിരിഗിരി, എൻ്റെ പേര് കാർത്തികേയൻ. നീ വിചാരിക്കും മംഗലശ്ശേരി നീലകണ്ഠൻ അല്ല, MN കാർത്തികേയൻ. MN കാർത്തികൻ എന്ന് വെച്ചാൽ നീ വിചാരിക്കും നീ എന്നെ സാറെന്ന് വിളിക്കണമെന്ന്. അപ്പോൾ സാറെന്നല്ല. അപ്പോൾ സാറെന്ന് വിളിക്കണമായിരിക്കും നീ. ഞാനൊരു ഓഫീസറാണ്. എവിടെ നിന്നാണ് വരുന്നത്? കേന്ദ്രത്തിൽ നിന്ന്. കേന്ദ്രത്തിൻ്റെ ഭൂപരിതലത്തിൽ അല്ലെങ്കിൽ മറ്റേ ആഗോളതലത്തിൽ ഞാൻ കേന്ദ്രത്തിലെ ഓഫീസറാണ്. പിന്നെ നീ അപ്പിച്ചട്ടിയിൽ അരി വറുക്കരുത്, എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഓഫീസറാണെന്ന് ചോദിക്കും. എടോ എൻഫോഴ്സ്മെൻറ്റ്, എടോ ഞാൻ ആര് പറഞ്ഞിട്ടാണ് നീ എൻഫോഴ്സ്മെന്റ് ഓഫീസറാന്ന് പറയുന്നത്? മണിയമ്പഴ രാജുവിനോ അതോ പുരുഷോത്തനോ ആണോ? അല്ല, മണിയമ്പഴ രാജു പറഞ്ഞിട്ടാണ്. കഴിയാൻ പറയണം കേട്ടോ, എനിക്ക് നമ്മുടെ കഥ പറയാനുള്ള. ഏത് മാസം തികത്താനാണ് നീ ഇത് പറയുന്നത്? എൻ്റെ കയ്യിൽ ഒരു പെട്ടിയുണ്ട്. ആ പെട്ടി ഞാൻ എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി വയ്ക്കുന്നതാണ്. ആ വണ്ടി നിന്റെ തലക്ക് വെച്ചാൽ തല പൊട്ടുന്നതാണ്. സവാരിഗിരി. ഇത് പിന്നെ മക്കള് ഇത് സ്വന്തമായി എഴുതിയതാണോ അതോ എന്തെങ്കിലും ഇൻസ്പയർ ചെയ്തതാണോ? എന്തെങ്കിലും വേറെ സാധനമാണ്. നിങ്ങൾ ഈ നാടിന്റെ അഭിമാനമാണ് രമേശൻ നായരെ. എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല. പേരെന്താണ്? വിഷ്ണു. വിഷ്ണു. അപ്പോൾ വിഷ്ണു എന്തായാലും ഇവിടെ വന്ന് നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് വിഷ്ണു പഠിക്കാൻ സമയം കുറഞ്ഞു പോയി. അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങളുണ്ടായിരുന്നു, പല കാര്യങ്ങളും എൻഗേജ്ഡ് ആയിരുന്നതുകൊണ്ട് ഒരു ചെറിയ സാധനം ഞാൻ പറയാം, അത് പറയണം. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് എന്താ ഒന്നുകൂടി പറ. പഞ്ചമി ഒന്ന് പറഞ്ഞു കൊടുത്തേ മോളെ. മക്കളൊന്ന് പറഞ്ഞു കൊടുത്തേ. എന്ത് മറ്റേ അമേരിക്ക എന്ന് പറഞ്ഞു കൊടുത്തേ. കയ്യടിക്കുന്ന തെറ്റാ പറഞ്ഞ. പഠിക്കേണ്ടതായിട്ടുള്ളത് ഇല്ല, പഠിക്കേണ്ടാക്കേണ്ടത്. ഭയങ്കര ഒന്നുകൂടെ പറഞ്ഞ. പഠിക്കേണ്ടതാക്കേണ്ടായിട്ടുള്ളത് അല്ല, പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം, ആർക്ക് വേണേലും പറയാം. പഠിക്കേണ്ടാത്തതായിട്ടുള്ളത്. കിട്ടുന്നില്ല. മതി, തിരക്കില്ല. കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ തോന്നേണ്ടത് തോന്നാൻ ഇത്തിരി സമയം നല്ലതാ. അപ്പൊ ഗംഭീരമായിട്ട് ലാലേട്ടനെ പോലെ തന്നെ ആക്ട് ചെയ്യണം കേട്ടോ. ഇവർക്കൊന്ന് കാണിച്ചു കൊടുക്കണം ആക്ടിങ്ങിന്റെ ഒരു വൈഭവം. പിന്നെ അതാണ് ചെറിയ ആൾക്കാരല്ല, സുദർശന ചക്രം കറക്കുന്ന ആളുണ്ട് അവിടെ. ഫോറിൻ കൺട്രിയിൽ നിന്ന് മലയാളം ഒന്നാം തരമായിട്ട് പറയുന്ന ആളുണ്ട്. എല്ലാം വെറൈറ്റി ആൾക്കാരാണ് ഇവിടെ.
റെഡി ആക്ഷൻ. പേരാണ് ചോദിച്ചെങ്കിൽ കാർത്തികേയൻ. അയ്യോ, പേര് വായിക്കാൻ മറന്നു. പേരെന്തായിരുന്നു? അഖിൽ. അഖിൽ. ഓക്കെ, റെഡി ആക്ഷൻ. പേരാണ് ചോദിച്ചെങ്കിൽ കാർത്തികേയൻ. മംഗലശ്ശേരി നീലകണ്ഠൻ കാർത്തികേയൻ. MN കാർത്തികേയൻ. MN നമ്പ്യാറല്ല. ദാറ്റ്സ് മൈ ഫുൾ നെയിം. യു ക്യാൻ കോൾ മീ സാർ, SIR സാർ. കാരണം ഞാനും ഒരു ഓഫീസറാണ്. ഏത് കോപ്പിലെ ഓഫീസർ എന്നായിരിക്കും താൻ മനസ്സിൽ ഇപ്പോൾ ചോദിച്ചത്. ഞാൻ പറഞ്ഞു തരാം. മറന്നുപോയി. അത് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. അതെ, കേന്ദ്രത്തിൽ. ഞാനും കേന്ദ്രത്തിൽ നിന്നാണ് സാലറി വാങ്ങുന്നത്. കേന്ദ്രം എന്ന് വെച്ചാൽ സർവപ്രപഞ്ചത്തിന്റെയും കേന്ദ്രമായ പരബ്രഹ്മത്തിന്റെ കൺട്രോളിലുള്ള ഈ ചെറുഗോളത്തിലെ ഹൈവേകളിലൂടെ ഞാനും ഇറങ്ങാറുണ്ട് രാത്രി. ഇതുപോലെയുള്ള പാവം കൗണ്ടർമാരെ സംരക്ഷിക്കാനും ഒരു രക്ഷകനായി. മോനെ അപ്പച്ചട്ടിയിൽ അരി അതെങ്കിലും ലാലേട്ടൻ പറയുന്ന ആ ഒരു ആക്ഷനിൽ മോഹൻലാലിന് ഇഷ്ട നടൻ, എന്നാലും മിമിക്ക് അറിയത്തില്ല. മോനെ അപ്പച്ചട്ടിയിൽ അരി വറക്കല്ലേ. മോനെ എൻഫോഴ്സ്. ഇത് കട്ട് ചെയ്ത് കളഞ്ഞാലോ? ആര് പറഞ്ഞിട്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെ മിമിക് പരേഡ് നടത്തുന്നത്? മണിയാറ പുരുഷോത്തമൻ മണിയമ്പറ പുരുഷോത്തമൻ എന്ന MPO അതോ മുണ്ടക്കൽ രാജേന്ദ്രനോ ആര് പറഞ്ഞിട്ടാണെങ്കിലും ഏത് മാസം അറിയാതെ പിറന്നവനാണെങ്കിലും മാസം തികയാതെ പിറന്നവനാണെങ്കിലും പറഞ്ഞിട്ടാണെങ്കിലും പെട്ടി കൊണ്ടുപോയി വണ്ടിയിൽ വെക്കുമോനായിട്ട് നെക്സ്റ്റ്. ഓക്കെ, താങ്ക് യു. എന്റെ പൊന്നു ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ണിച്ചോരില്ലാത്തവന്മാരാ പണിയെടുത്ത് ചേട്ടന്റെ നട്ടല് റബ്ബറാകും. യെസ്, അപ്പോൾ എല്ലാവരും നല്ല മനോഹരമായി തന്നെ പെർഫോം ചെയ്തു. എങ്കിലും ഒരു 2-3 പേർക്ക്, ഒരു 3-4 പേർക്ക് നമ്മൾ ചെറിയ പ്രൈസ് കൊടുക്കുകയാണ്. ആദ്യം തന്നെ ഇവിടെ ആദ്യമായി വന്ന പഞ്ചമിയെ വിളിക്കുകയാണ്. പഞ്ചമി, ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇപ്പം എനിക്കത് ഭയങ്കര ട്രിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഉണ്ടോ? പിന്നെ വേൾഡ് ഗോൾഡൻ പെർഫ്യൂമാണ്. ഭയങ്കര രസകരമാണ് ഇതിൻ്റെ മണം. അടുത്തതായിട്ട് ഞാൻ വിളിക്കാൻ പോകുന്ന ഞങ്ങളെയൊക്കെ ഞെട്ടിച്ച് ഒരു സ്വന്തം ക്രിയേറ്റീവായിട്ട് ഒരു കഥയുണ്ടാക്കി അത് ഇവിടെ വന്ന് പറയാൻ ഗട്സ് കാണിക്കുകയും അത്രമേൽ കഴിവുള്ള നാളത്തെ വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആകേണ്ടുള്ള സിബിനെ നമ്മൾ വേദിയിലേക്ക് വിളിക്കുകയാണ്. സിബിന് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. പിന്നെ മോസ്റ്റ് കസ്റ്റമർ പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്ക് നൽകുന്ന ഒരു ഗിഫ്റ്റ്. പേരെന്തായിരുന്നു? അപർണയ്ക്ക് ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ഗിഫ്റ്റ്. നിങ്ങൾ പുറരാജ്യത്തൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ മലയാളം വളരെ മനോഹരമായി സംസാരിക്കുകയും ടങ് ട്വിസ്റ്റൊക്കെ നല്ല രീതിയിൽ തന്നെ പറയുകയും ചെയ്തു. ഓക്കെ, ഇനി ഞാൻ വിളിക്കുന്നു ഭാവന. അവനെ വളരെ നല്ല രീതിയിൽ തന്നെ സ്ക്രിപ്റ്റൊക്കെ പറയുക മാത്രമല്ല, അദ്ദേഹം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി എപ്പോഴും നല്ലതാണ്. ഓൾ ദി ബെസ്റ്റ്. ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിൻ്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. ചെറിയ ഗിഫ്റ്റാണെങ്കിലും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു തരുന്നതാണ്. ഓക്കെ, യെസ്. അപ്പോൾ പാലക്കാട്ടെ ധോണി ലീഡ് കോളേജിലായിരുന്നു കഴിഞ്ഞ എപ്പിസോഡും ഈ എപ്പിസോഡും ഒക്കെ. വളരെ മനോഹരമായ കുട്ടികളും നല്ല അന്തരീക്ഷവും നല്ല എപ്പിസോഡുകളെ നിങ്ങൾക്ക് തന്നെ അറിയാം. അത്രമേൽ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത കുട്ടികളാണ്. എനിവേ, നമുക്ക് നെക്സ്റ്റ് വീക്കിൽ മറ്റൊരു കോളേജിൽ കാണാം. അതുവരെയും ഗുഡ് ബൈ.